കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു വേടന് ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും പുലിപ്പല്ലിൻ്റെ ഒരു കേസും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ജാമ്യം കിട്ടി വെളിയിൽ വന്ന വേടൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ലഹരിയുടെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ ബാഡായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം, അത് മാക്സിമം ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും, ഇതാരും കണ്ടുപിടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പോയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു പുലിപ്പല്ലിൻ്റെ കേസ് ഇഷ്യൂ വന്ന സമയത്ത് എല്ലാവരും മെയിനായിട്ട് ചർച്ച ചെയ്ത് വേറൊരു വിഷയം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ആനക്കൊമ്പിൻ്റെ ഇഷ്യൂ ആണ്. അദ്ദേഹത്തിന് ആ ഒരു കൊമ്പ് സൂക്ഷിച്ചതിൻ്റെ പേരിൽ എന്തുമാത്രം ജയിലിലോ അങ്ങനെ കിടക്കേണ്ടി ഒന്നും വന്നിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേയധികം ആൾക്കാരും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടത് വേടനെ ലഭിച്ചില്ല? വനം വകുപ്പ് മോഹൻലാലിന് കൊടുത്ത ആ ഒരു ഫ്രീഡമോ ആ ഒരു പരിഗണന എന്തുകൊണ്ട് വേടന് കൊടുത്തില്ല എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം ചർച്ചയും കാര്യങ്ങളും ഇന്നലെ തൊട്ടേ സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ന്യൂസ് ചാനൽ ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് മോഹൻലാലിനെതിരെ കേസ് ഇങ്ങനെ വന്നിട്ടില്ല, ജയിലിലൊന്നും കൊണ്ടുപോയി ഇട്ടിട്ടില്ല, റിമാൻഡൊന്നും ചെയ്തില്ല, പക്ഷേ വേടനെ ഇതറിഞ്ഞ ഉടനെ തന്നെ വനം വകുപ്പ് കേസ് എടുക്കുന്നു, അത് കൺഫേം ആയിട്ടില്ല, അതിന് ചെക്കിങ്ങിന് കൊടുത്തിട്ടേ ഉള്ളൂ, അതിനു മുമ്പ് ഇങ്ങനത്തുള്ള രീതിയിലേക്ക് പോയി എന്നുള്ളൊരു കാര്യമാണ് ചർച്ച ചെയ്തേക്കുന്നത്. മെയിനായിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം, ഒരു ജാതി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് താഴ്ന്ന ആൾക്കാർ, മുതിർന്ന ആൾക്കാർ, മേൽ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഉള്ള ഒരു തിരിവ് കൊണ്ടാണ് വേടനെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നേ എന്നുള്ളൊരു കാര്യം കൂടുതൽ പേര് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, വേടൻ ചെയ്ത ഒരിക്കലും ശരിയല്ല, അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അതിന് കിട്ടേണ്ട ശിക്ഷ എന്നാ കിട്ടണം, അതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. പുലിപ്പല്ലിൻ്റെ കാര്യം വേറൊരു ഫ്രണ്ടാണ് വേടന് കൊടുത്തതെന്ന് പറയുന്നു, അത് പോലീസ് എന്തായാലും അന്വേഷിക്കും എന്നുള്ള കാര്യമുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ആൾക്കാർ പറയുന്നതിൽ ഒരു തെറ്റും കാര്യങ്ങളും ഇല്ല. വേടന് ഇതേ കണക്കുള്ള ശിക്ഷയും വനം വകുപ്പ് ആ കേസ് എടുക്കുന്നു, ഉടനെ തന്നെ എല്ലാം റിമാൻഡിൽ അടയ്ക്കാൻ പോകുന്നു. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരുമ്പം മോഹൻലാൽ ഒരു നടനോ എന്തോ ആയാലും ശരി, ആനക്കൊമ്പ് ഒളിപ്പിച്ച് വെച്ചതിൻ്റെ കാര്യങ്ങളിൽ സർക്കാർ ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്ത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. രണ്ട് പേർക്കും രണ്ട് നിയമങ്ങളൊന്നും പാടില്ല. ഒരാൾക്ക് എന്തും ചെയ്യാം, കാരണം സെലിബ്രിറ്റിയാണ്, ഭയങ്കര രീതിയിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ് എന്നുള്ള കാര്യം കൊണ്ട് ആർക്കും എന്തും ചെയ്യാന്നുള്ള ഒരു വിചാരമൊന്നും വേണ്ട എന്നുള്ള കാരണമാണ് എനിക്ക് പറയാനുള്ളത്. അത് മോഹൻലാലിന് അത് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയത്തില്ല. കാരണം കിട്ടാനുള്ള കുറേയധികം കാരണം ഭയങ്കര നടനാണ്, ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേയധികം പേര് ഈ ജാതിയുടെ പേരും പറയുന്നുണ്ട്, നമുക്കത് എത്ര മാത്രം ശരിയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു വേടൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്, അതിനുവേണ്ടി ശിക്ഷയും കിട്ടണം. പക്ഷേ ശിക്ഷ കിട്ടുമ്പോഴത്തേന് ഇതേ കണക്കുള്ള ശിക്ഷ ചെയ്തിട്ടുള്ളവരുടെ പേരും കറക്റ്റായിട്ട് അവർക്കും ഇതേ കണക്കുള്ള ശിക്ഷ കിട്ടണം. ഒരാൾക്ക് മാത്രം കിട്ടിയാൽ പോരാ എന്നുള്ളൊരു കാര്യത്തിലാണ് എല്ലാവരും ഒപ്പീനിയൻ മെയിനായിട്ട് നിൽക്കുന്നത്. അത് എനിക്കും ഉള്ള ഒപ്പീനിയൻ തന്നെയാണ്. ഒരാൾക്ക് മാത്രം ഒരു പ്രത്യേക ആൾക്കാർ, മറ്റുള്ള ഇത്തിരി വലിയ ആൾക്കാരെ അറിയുന്ന വലിയ സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവർക്ക് നിയമങ്ങളല്ല ഇളവ് കൊടുക്കും, എന്തും ചെയ്യാം എന്നുള്ള രീതിയൊന്നും പാടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ കുറേയധികം ചർച്ചയും കാര്യങ്ങളൊക്കെ പോകുന്നതിൽ എനിക്കിപ്പം മോഹൻലാലിനെ കുറ്റം പറയുന്ന ആൾക്കാരോട് ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പം റൈറ്റായിട്ടുള്ള കാര്യം നോക്കുമ്പോഴത്തേനത് ഒരു കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.